പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനി 4-5 മാസങ്ങൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ സന്ദർഭത്തിൽ ഓരോ പാർട്ടികളും അവരുടെ സ്ട്രാറ്റജി നിർണ്ണയിക്കുക, അവരുടെ പാർട്ടിക്ക് വിജയിക്കാൻ ആവശ്യമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുക തുടങ്ങിയ സംഗതികൾ നിർവഹിക്കുക സ്വാഭാവികമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം, അവരിപ്പോൾ എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉന്മാദാവസ്ഥയിലാണുള്ളത്. തങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് തങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നു. ഇനി എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കേണ്ടത്? സ്വാഭാവികമായും അവരുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന ഏതാണ്ട് ഒരു 6-7 വർഷമായി അവർ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇസ്ലാമോഫോബിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യുക എന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പരോക്ഷമായ രൂപത്തിൽ ഇസ്ലാമോഫോബിയ പടർത്തുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴിതാ പ്രത്യക്ഷമായി തന്നെ ഇസ്ലാമോഫോബിയ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് AK ബാലനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതമായ നേതാവ്. അതുമായി ബന്ധപ്പെട്ട് ചില സംഗതികൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി AK ബാലൻ പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. അതുകൂടി നമ്മുടെ കേരളം, മലയാളി ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തിയായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒഴിമാറാടും 2-ാം ആറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. കേരളത്തിലെ ജനതയെ ഇത്രമാത്രം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ജനത, ഒരു പാർട്ടി വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവർ വിചാരിക്കുന്നത് തങ്ങളുടെ ബുദ്ധിജീവി നാട്യം കേരളം മുഴുവൻ അംഗീകരിക്കുന്നു. തങ്ങൾ എന്ത് വിദണ്ഡവാദം പറഞ്ഞാലും, എന്ത് വിഡ്ഢിത്തരം പറഞ്ഞാലും അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളും എന്നാണ്. സുഹൃത്തുക്കളെ, ആളുകൾക്ക് ലോജിക്കില്ലേ? നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ഉന്മാദാവസ്ഥയിൽ നിങ്ങളുടെ എല്ലാ ലോജിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ കേരള ജനത അത്തരമൊരു ഉന്മാദാവസ്ഥയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് കേരള ജനത ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ, അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുക സ്വാഭാവികമല്ലേ? ഒന്ന് പരിശോധിച്ച് നോക്കൂ. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുക? ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നില്ല എന്നറിയാത്തവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കേരള ജനത മുഴുവനും. കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല. പിന്നെ വെൽഫെയർ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ കേരളത്തിലെ നിലവിലുള്ള സ്വാധീനം എന്ന് പറയുന്നത് 1000 പഞ്ചായത്തുകളിൽ, 1000 പഞ്ചായത്തുകളിലെ ഏതാണ്ട് 25,000-ഓളം വരുന്ന വാർഡുകളിൽ, 1000 പഞ്ചായത്തുകൾ, അതേപോലെ ബ്ലോക്കുകൾ, അതേപോലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ഒക്കെ കൂടി കൂട്ടിയാൽ ഏതാണ്ട് ഒരു 10-30,000 ഡിവിഷനുകളും വാർഡുകളും ഒക്കെയുള്ള അതിൽ കേവലം 750 അല്ല, അല്ലെങ്കിൽ 10,000-ഓ 20,000-ഓ ഒന്നുമല്ല, ഏതാണ്ട് 30,000-ത്തിലധികമുള്ള വാർഡുകളിൽ അവരുടെ വിജയം എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത് 75 പ്രദേശങ്ങളിൽ മാത്രമാണ്. ഇത് വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്ക്
എന്ത് സ്വാധീനം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് ഈ വിഡ്ഢി കൂഷ്മാണ്ഡങ്ങൾ, ഈ പോങ്ങന്മാർ പറയുന്നത്. എന്താണ് ചെയ്യാൻ കഴിയുക? ഇനി ഈ സ്ട്രെങ്ത് ഉള്ള വെൽഫെയർ പാർട്ടി കേരളത്തിൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ടോ? ഈ പാർട്ടിക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥി നിൽക്കാൻ UDF അനുവദിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി അഥവാ നീക്കുപോക്കുകളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ ഒരു സീറ്റ്, ഒരു നിയമസഭാ മണ്ഡലം കേരളത്തിൽ വെൽഫെയർ പാർട്ടിക്ക് UDF അനുവദിച്ചു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ അനുവദിക്കുമ്പോൾ ആ സ്ഥാനം അത് വിജയിച്ചു എന്ന് സങ്കല്പിക്കാം. എങ്കിൽ ആ ഒരു വ്യക്തിയെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാക്കും എന്ന് AK ബാലൻ പ്രസംഗിച്ചാൽ അത് കേരളം മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്നാണോ ഈ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയില്ലാ ജീവികൾ വിചാരിക്കുന്നത്? എന്തുമാത്രം അബദ്ധമാണ് ഒരു മനുഷ്യൻ പറയുന്നത്. അപ്പൊ അതിൻ്റെ സാധ്യത ഒരിക്കലുമില്ല. പിന്നെ അവർക്കറിയാവുന്ന ഒരു സാധ്യതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ RSSന് ഇവിടെ അധികാരം കിട്ടേണ്ടതില്ല. RSSന് ഇവിടെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായി വരേണ്ടതില്ല. അതില്ലാതെ തന്നെ ആഭ്യന്തരം നിയന്ത്രിക്കാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രിയായ ഇരട്ടച്ചങ്കനെന്നും മറ്റ് പലതരത്തിലുള്ള വിശേഷണമുള്ള ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ RSSന്റെ നേതാക്കളെ തൻ്റെ പിൻസീറ്റിലിരുത്തിക്കൊണ്ട് ആഭ്യന്തരം കൈകാര്യം ചെയ്യാൻ, നിർബാധം കൈകാര്യം ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. അതേപോലെ UDF ചെയ്യുമെന്നതാണ് അവരുടെ ഒരു ധാരണ. എന്നാൽ കേരളത്തിലെ ബുദ്ധിയുള്ള മനുഷ്യർ, കേരളത്തിൻ്റെ ചരിത്രത്തെ കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയുന്ന മനുഷ്യർ, അവർ കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ 1957 കേരളം രൂപീകരിക്കപ്പെട്ട് ഏതാണ്ട് 70 വർഷം തികയാൻ പോകുന്ന ഈ സാഹചര്യത്തിലും ഇത്രകാലം കേരളം UDF ഏതെല്ലാം ടേമിൽ ഭരിച്ചിട്ടുണ്ടോ അപ്പോഴൊന്നും ആഭ്യന്തരം ഇന്ന് കാണപ്പെടുന്നത് പോലെ കുത്തഴിഞ്ഞു പോയിട്ടില്ല. ആഭ്യന്തരമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിൽ യാതൊരു ആക്സസും ഇല്ലാത്ത ഒരു സാഹചര്യം സാക്ഷാൽ പിണറായി വിജയൻ ഭരിക്കുമ്പോഴല്ലാതെ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ AK ബാലന്റെ വിഷം വമിക്കുന്ന നാവിൽ നിന്നും ഉതിരുന്ന ഈ മൊഴിമുത്തുകൾ കേരളം അവഗണിച്ച് തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഇവിടെ മാറാടുകൾ ധാരാളമായി ആവർത്തിക്കുമെന്നാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വിജയം കിട്ടാൻ വേണ്ടി കേരളത്തെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് നിങ്ങളോട് എത്ര തവണ ബുദ്ധിയുള്ള ആളുകളും വിവേകശാലികളായ ആളുകളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബുദ്ധി ഉദിക്കാത്തത്? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാറാട് ആവർത്തിക്കാൻ കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുകയല്ലേ? മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണ റിപ്പോർട്ടുകൾ നിങ്ങളൊന്നെടുത്ത് പഠിക്കൂ, നിങ്ങളെടുത്ത് പരിശോധിക്കൂ. എന്നിട്ട് എന്തെങ്കിലും കഴിഞ്ഞ മാറാട് കലാപങ്ങളിൽ 2 മാറാട് കലാപം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് എവിടെയാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരു ഉത്തരവാദിത്വവുമില്ലാതെ ഒരു അറിയപ്പെട്ട ഒരു സംസ്ഥാന തലത്തിൽ ഒരു അറിയപ്പെട്ട നേതാവ് ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഒരു പാർട്ടി എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിക്കാൻ കഴിയുക? അതുകൊണ്ട് ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ കഴിഞ്ഞ 75-80 വർഷത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കൂ. 80 വർഷക്കാലത്തിലധികമായി ഇന്ത്യ മഹാരാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ 80 വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. എവിടെയാണ് മാറാട് കലാപമോ സമാനമായ മറ്റേതെങ്കിലും കലാപങ്ങൾക്കോ നേതൃത്വം കൊടുക്കാനോ അവക്ക് ആശയപരമായ പിന്തുണ നൽകാനോ അതിലേതെങ്കിലും അർത്ഥത്തിൽ അതിൽ ഭാഗവാക്കാകാനോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരോ ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഭാഷണങ്ങളോ എവിടെയാണ് കാരണമായിട്ടുള്ളത് എന്ന് നിങ്ങൾ കേരളത്തോട് വിളിച്ചു പറയേണ്ടി വരും.
അത് നിങ്ങൾ തെരഞ്ഞു കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടി വരും. അതിന് നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളുടെ ആയുസ് അവസാനിക്കുന്നതുവരെ ആ ശ്രമം തുടരുക എന്നതല്ലാതെ നിങ്ങൾക്കൊരു തരിമ്പും അതിന് കണ്ടെത്താൻ കഴിയുകയില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്തരം വലിയ വൃത്തികേടുകൾ പറയുന്നത്? കഴിഞ്ഞ ഏത് കലാപഭൂമികളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാം. അത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ കലാപത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ, അതിലുണ്ടായിട്ടുള്ള സാമൂഹിക ആഘാതങ്ങളെ പരിഹരിക്കുവാൻ, അതിലുണ്ടായിട്ടുള്ള കാലുഷ്യങ്ങളെ ഇല്ലാതെയാക്കുവാൻ, അകന്നുപോയ മനസ്സുകളെ അടുപ്പിക്കുവാൻ, അകന്നുപോയ സമുദായങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുവാൻ ഒക്കെയുള്ള പ്രവർത്തനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി സജീവമായി പങ്കെടുക്കുകയും അതിൽ കേരള ജനത ജമാഅത്തെ ഇസ്ലാമിയെ പ്രശംസിക്കുകയും ചെയ്ത എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആന്റണിയുടെ ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട്. മാറാട് കലാപം കഴിഞ്ഞപ്പോൾ അവിടേക്ക് സാക്ഷാൽ ആന്റണിക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായ സിദ്ദീഖ് ഹസൻ സാഹിബിനാണ് അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിഞ്ഞത്. ഇരു സമുദായക്കാരെയും ഇരുത്തി സമവായത്തിന്റെ സംസാരത്തിന് നേതൃത്വം കൊടുത്തത് സാക്ഷാൽ KA സിദ്ദീഖ് ഹസൻ സാഹിബ് എന്ന് പറയുന്ന ആ കുറിയ മനുഷ്യനായിരുന്നു എന്ന് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുമെന്നിരിക്കെ ഏത് മാറാടിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്? ഇനി ഇത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ, 10 വർഷം ഇപ്പോൾ അവർ തുടർച്ചയായി ഭരിച്ചപ്പോൾ കേരളത്തിൽ അവരെന്തൊക്കെയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മറച്ചുവെക്കുവാനും അതിൻ്റെ പ്രശ്നങ്ങളെ കൂടുതൽ ചർച്ചയ്ക്ക് വരാതിരിക്കുവാനും അത് മാറ്റിമറിക്കുവാനും ഒക്കെയാണ് ഇപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ പശ്ചിമ ബംഗാളിൽ 10-35 വർഷം തുടർച്ചയായി അവർ ഭരണം നടത്തിയപ്പോൾ അവിടെയുണ്ടായ നന്ദിഗ്രാമിലെ കലാപത്തെക്കുറിച്ച് നമുക്കറിയാമോ? അത് മാറാട് കലാപത്തെക്കാൾ ഭീകരമായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അതുകൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ CPM-ന്റെ 34 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് അന്ത്യം കുറിക്കാനിടയാക്കിയ സംഭവം എന്ന നിലയിൽ രാജ്യത്തുടനീളം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നന്ദിഗ്രാം. നന്ദിഗ്രാമിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച രാസവസ്തു വ്യവസായ ശൃംഖലയ്ക്ക് വേണ്ടി 10,000 ഏക്കർ കൃഷിഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പ്രദേശവാസികൾ ഇതിനെ ശക്തമായി എതിർത്തു. സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ വലിയ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രക്ഷോഭകരെ അടിച്ചൊതുക്കാൻ 3000 പോലീസുകാരെ മാർച്ച് 14 നന്ദിഗ്രാമിലേക്ക് അയച്ചു. പോലീസ് വരുന്ന വിവരമറിഞ്ഞ് സമരക്കാർ 5000-ഓളം ഗ്രാമീണരെ സംഘടിപ്പിച്ചു. പോലീസും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. പോലീസ് വെടിവെപ്പിൽ 14 പേർ കൊല്ലപ്പെട്ടു. 100-ലധികം പേരെ കാണാതായി. പ്രക്ഷോഭകരെ നേരിടാനായി പോലീസിന് പുറമെ പാർട്ടി ഗുണ്ടകളും എത്തിയിരുന്നതായി വാർത്തകൾ വന്നു. പലരും മരിച്ചത് ഗുണ്ടകളുടെ വെടിയേറ്റാണെന്ന് ആരോപണമുണ്ടായി. നന്ദിഗ്രാമിൽ നിന്ന് കണ്ടെടുത്ത വെടിയുണ്ടകൾ പലതും ഗുണ്ടകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. നിരവധി സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെട്ടു. പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് തന്നെ 42 സ്ത്രീകൾ മാനഭംഗത്തിനിരയായിട്ടുണ്ട്. എന്നാൽ 300-ഓളം സ്ത്രീകളെ CPM പ്രവർത്തകർ മാനഭംഗപ്പെടുത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം. അധ്വാനവർഗ മഹത്വം പ്രസംഗിക്കുന്ന ഒരു സർക്കാരിന് കീഴിലാണ് സ്വന്തം കൃഷിയിടം സംരക്ഷിക്കാനിറങ്ങിയ കർഷകർ ഇത്തരത്തിൽ പീഡനങ്ങൾക്ക് ഇരയായത്. നന്ദിഗ്രാമിലെ അതിക്രമങ്ങളുടെ വാർത്തകൾ കേട്ട് രാജ്യം അമ്പരന്നു. നന്ദിഗ്രാമിൽ നിന്ന് CPM പ്രവർത്തകർ അടിച്ചോടിച്ച കർഷകർ നവംബർ മാസത്തിൽ തിരിച്ചു വന്നപ്പോൾ അവർക്കു നേരെ ആക്രമണമുണ്ടായി. മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ഈ ആക്രമണത്തെ ന്യായീകരിക്കുകയാണുണ്ടായത്. CPM-ന്റെ ഒരു റാലിയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതിന് ഭൂമി സംരക്ഷണ സമിതി പ്രവർത്തകരായ 3 സ്ത്രീകളെ വസ്ത്രാക്ഷേപം നടത്തി. പശ്ചിമബംഗാളിൽ ദീർഘകാലം ധനമന്ത്രിയായിരുന്ന അശോക് മിത്ര സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്തുവന്നു. പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം സകല സീമകളെയും ലംഘിച്ചിരിക്കുകയാണെന്നും സ്തുതിപാഠകരെയും കൊട്ടാരം വിദൂഷകരെയും സാമൂഹ്യ വിരുദ്ധരെയും കൊണ്ട് പാർട്ടി നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ വ്യവസായ നയം നടപ്പാക്കാൻ എതിരു നിൽക്കുന്നവരെ അരിഞ്ഞു വീഴ്ത്താനുള്ള വാളായി പാർട്ടി മെഷീനറി മാറിയിരിക്കുകയാണെന്നും ആക്ഷേപമുയർന്നു. തുടർച്ചയായ ഇടതുമുന്നണി ഭരണത്തിന് കീഴിൽ തൊഴിലാളി യൂണിയനുകൾ പ്രബലരായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ വ്യവസായ യൂണിറ്റുകൾ ഒന്നൊന്നായി അടച്ചുപൂട്ടി. വ്യവസായികളും ബിസിനസ്സുകാരും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറി.
തൊഴിലില്ലായ്മ കുതിച്ചുയർന്നു. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തകർന്നടിഞ്ഞു. മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ പോലും തന്റെ സീറ്റിൽ പരാജയപ്പെട്ടു. 34 വർഷത്തെ തുടർഭരണത്തിന് ശേഷം CPM ബംഗാളിൽ അധികാരത്തിൽ നിന്ന് പുറത്തായി. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർച്ചയായി അധികാരം കിട്ടിയാലാണ് ഇതേപോലെയുള്ള അതിഭീകരമായ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാർട്ടി ഗുണ്ടകളെ അഴിച്ചുവിടുക. കേരളത്തിൽ ഇത് അതിന്റെ 10 മടങ്ങ് രൂപത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 5 വർഷം കൂടി ഇടതുപക്ഷം കേരളം ഭരിക്കുകയാണെങ്കിൽ ഈ നന്ദിഗ്രാമിലും മുൻപ് സിംഗൂരിലുമൊക്കെ കണ്ടതിനേക്കാൾ ഭീകരമായ സ്വർണ്ണക്കൊള്ളയും അതുപോലെയുള്ള സംഗതികളൊക്കെ കേട്ടല്ലോ, ഇതെല്ലാം അതിന്റെ 10 മടങ്ങ് വർദ്ധിക്കുകയായിരിക്കും ചെയ്യുക. അത് മറച്ചുവെക്കാൻ വേണ്ടി, അതിലുള്ള വൈക്ലഭ്യം മാറ്റിവെക്കാൻ വേണ്ടി വെറുതെ ജമാഅത്തെ ഇസ്ലാമി എന്നിങ്ങനെ പറയുകയാണ്. കേരളം അത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് ഓരോ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെയും ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.